ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥ തുടരാം. ഉന്മാദം ഭാഗം 2. രചന ദിവ്യ ജി കെ. അവതരണം നീള. ലഞ്ച് ടൈമിൽ എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോകാൻ കാത്തിരുന്നതാണ് ആലി. അവരെല്ലാവരും പോയ ഉടനെ ആഹാരത്തിൽ വിരലിട്ടിളക്കി ഒന്നും കഴിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആശയെ നോക്കി ആലി ചോദിച്ചു, ആശേ, നീ എന്താണ് വല്ലാതെ ഇരിക്കുന്നത്? വിരലിട്ടിളക്കിയിരിക്കുന്നതല്ലാതെ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്കിതെന്താണ് പറ്റിയത്? ഇടതു കൈയിൽ പിടിച്ചമർത്തി ചോദിക്കുന്ന ആലിയുടെ മുഖത്തു നോക്കിയപ്പോൾ ആശയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ മുന്നിലിരിക്കുന്ന ആഹാരത്തിലേക്ക് പതിച്ചു. ആശ കാര്യം പറയാൻ വാ തുറന്നപ്പോഴാണ് നന്ദഗോപൻ കയറി വന്നത്. അവരുടെ മേലുദ്യോഗസ്ഥനാണ് നന്ദഗോപൻ. കൂട്ടുകാർ രണ്ടുപേരും ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? സാധാരണ നേരത്തെ കഴിച്ചു കഴിയുമല്ലോ. അവരുടെ അരികിലായി കിടന്ന കസേരയിലിരുന്ന് അയാളുടെ ലഞ്ച് ബോക്സ് തുറന്നു വെച്ച് ഒരു പുഞ്ചിരിയോടെ അവരോട് ചോദിച്ചു. എന്തു പറയാനാണ് നന്ദൻ സാറേ, ഇവൾക്ക് കഴിക്കാൻ ഒരുപാട് സമയം വേണം. അത് കാരണം അവൾ ആഹാരം കഴിക്കുന്നത് വരെ ഞാൻ കൂട്ടിരിക്കും. വർഷങ്ങൾ കൊണ്ട് ഇതൊരു ശീലമാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ ആലി മറുപടി പറഞ്ഞതും ചിരിയോടെ നന്ദൻ പറഞ്ഞു, ഞാനിതുവരെ ആശയങ്ങനെ ആഹാരം കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടേ ഇല്ലല്ലോ. തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളിമറിക്കാലി. നന്ദൻ സാറ് ഞങ്ങളെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആലി കുസൃതിയോടെ പറഞ്ഞു. എൻ്റെ പൊന്നാലി, ഞാൻ അങ്ങനെയൊന്നും നോക്കിയതല്ല. എന്നും ആശ പെട്ടെന്ന് ആഹാരം കഴിച്ച് എല്ലാവർക്കും മുന്നേ എഴുന്നേൽക്കുന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നീ ഇനി അതിൽ പിടിച്ചു തൂങ്ങണ്ട. ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ പരിഭവത്തോടെ നന്ദൻ പറഞ്ഞു. നന്ദന്റെ പരിഭവത്തിലേക്ക് നോക്കി ചെറുചിരിയോടെ തന്റെ ആവശ്യം നൈസായി ആലി അവതരിപ്പിച്ചു. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണ് നന്ദൻ സാറേ. അവൾക്ക് തലവേദന കാരണം അവൾ കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വന്നാൽ ശരിയാവില്ലല്ലോ. ആലി പറഞ്ഞത് കേട്ടയുടൻ ആശയുടെ മുഖത്തു നോക്കി നന്ദൻ പറഞ്ഞു, തലവേദനയൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എത്രയും വേഗം നല്ലൊരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. രണ്ടുപേർക്കുമുള്ള ലീവ് ഞാൻ റെഡിയാക്കാം. അത് കേട്ടയുടനെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമടക്കി ആലി കുശലം ചോദിച്ചു, സാറെന്താണെന്ന് കഴിക്കാൻ ഇത്രയും താമസിച്ചത്? സാറിനെന്നും ഈ ചമ്മന്തിയും തോരനും മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളോ? ഭാര്യ വേറെ ഒന്നും വെച്ചു തരുന്നില്ലേ? ആലിയുടെ ചോദ്യം കേട്ടപ്പോൾ നന്ദന്റെ നെഞ്ചിൽ ചോറ് വിലങ്ങിയെങ്കിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ വെളുപ്പിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തൽക്കാലം ഇതിൽ ഒതുക്കുന്നത്. രാത്രി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഹോട്ടലിലെ ആഹാരമൊന്നും എനിക്ക് പിടിക്കില്ല. ഇതാകുമ്പോൾ വൃത്തിയും സമാധാനമായും കഴിക്കാമല്ലോ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അയക്കാനുള്ള ഒരു ഫയൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതാണ് ഇത്രയും താമസിച്ചത്. എന്നും ഞാൻ ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് കണ്ടിട്ട് ആലിക്കിച്ചിരി കറി കൊണ്ടുവന്ന് എനിക്ക് തരാൻ തോന്നിയോ? ആശ അപ്പോൾ അവളുടെ മുന്നിലിരുന്ന കറി നീക്കി നന്ദഗോപന് വെച്ചു കൊടുത്തു. അവളുടെ കറി കൂട്ടിയിട്ട് നിറഞ്ഞ മനസ്സോടെ നന്ദഗോപൻ പറഞ്ഞു, ആശയ്ക്ക് നല്ല കൈപുണ്യമാണ്. പ്രവീൺ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ്. ജോലി ഉണ്ടായിട്ടും രാവിലെ എഴുന്നേറ്റ് താൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? ചമ്മന്തിയും തോരനും മാത്രം കൂട്ടി ബുദ്ധിമുട്ടി കഴിക്കേണ്ടി വരുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ നന്ദഗോപന്റെ മുഖത്തെവിടെയോ ഒരു നോവ് ആലിക്ക് കാണാൻ കഴിഞ്ഞു. നന്ദഗോപന്റെ വാക്കുകൾ ആശയിൽ കൂടുതൽ വേദനയുണ്ടാക്കി. എന്തൊക്കെ ചെയ്തു കൊടുത്താലും പരാതിയും വഴക്കുപറച്ചിലും കേൾക്കണം. നല്ലൊരു വാക്ക് കേട്ടിട്ട് കാലങ്ങളായി. ആശയുടെ ചിന്തയെ മുറിച്ച് നന്ദൻ ചോദിച്ചു, ആശ മിണ്ടാതിരിക്കുന്നത് തലവേദന കൂടിയത് കൊണ്ടാണോ? എങ്കിൽ പിന്നെ ലീവ് എഴുതിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. ബാക്കി ഞാൻ റെഡിയാക്കിക്കോളാം, അയാൾ അലിവോടെ പറഞ്ഞു. വിളറിയ പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ച് ലഞ്ച് ബോക്സ് അടച്ചു വെച്ച് കൈ കഴുകാനായി ആശ പോയ പുറകെ ആലിയും പോയി. അവരെ ഒന്ന് നോക്കിയിട്ട് നന്ദൻ ആശ കൊടുത്ത കറി പിന്നെയും ഒഴിച്ച് രുചിയോടെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ആശയും ആലിയും ലീവ് എഴുതി നന്ദന്റെ ക്യാബിനിൽ കൊണ്ടുവച്ചിട്ട് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മീര ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടി എവിടെ പോകുന്നു? നന്ദൻ സാർ ലീവ് തന്നോ? അസൂയയുടെയും കുശുമ്പിന്റെയും നുണപറച്ചിലിന്റെയും ഹോൾസെയിൽ ഡീലറാണ് മീര. ആശയ്ക്ക് തലവേദനയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായി സാറ് ലീവ് തന്നതാണ്, അമർഷം കണിച്ചമർത്തി ആലി പറഞ്ഞു.
എൻ്റെ മോളുടെ സ്കൂളിലൊന്ന് പോകാൻ വേണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് ലീവ് ചോദിച്ചപ്പോഴെന്നോട് പറഞ്ഞത് അങ്ങനെ ലീവ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കണമെന്നാണ്. നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് ലീവ് തരുന്നതിന് സാറിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ മീരച്ചി സാറിനോട് തന്നെ പോയി ചോദിക്ക്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവ് തന്നത് ഞങ്ങളങ്ങനെ ലീവ് എടുക്കാറില്ല. അതുകൊണ്ടാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും, ആലി ഈർഷ്യയോടെ പറഞ്ഞു. നീ വാശേ, ഇവിടെ നിന്ന് ഇവരുടെ സംസാരം കേട്ടാൽ നിന്റെ തലവേദന ഇനിയും കൂടും. ആശയുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ആലിയെ നോക്കി മീര മനസ്സിൽ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇവൾക്ക് മക്കൾ ഉണ്ടാകാത്തത് ഇവളുടെ നാക്കിന്റെ നീളം കൊണ്ട് ദൈവം അറിഞ്ഞു കൊടുക്കാത്തതാണ്. മീരേച്ചി എന്താണ് ആലോചിച്ചു നിൽക്കുന്നത്? റോസിയുടെ ചോദ്യം കേട്ടതും ഞെട്ടിക്കൊണ്ട് മീര അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. ആശയും ആലിയും ഹാഫ് ഡേ ലീവ് എടുത്തു പോയി. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് നിന്നതാണ്. നമ്മളൊക്കെ ലീവ് ചോദിച്ചാൽ തരാൻ നന്ദൻ സാറിന് വലിയ മടിയാണ്. അവളുമാർക്ക് തൊലിവെളുപ്പ് കൂടുതലുള്ളത് കൊണ്ട് ചോദിച്ചാൽ ഉടനെ ലീവും കിട്ടും. ഓരോരുത്തരുടെയും യോഗം. അകത്തേക്ക് കയറി വരുന്ന നന്ദഗോപനെ കണ്ടതും പറയാൻ വന്നത് നിർത്തി പെട്ടെന്ന് തന്നെ രണ്ടുപേരും അവരവരുടെ സീറ്റുകളിലേക്ക് പോയി. പാർക്കിലെ മരത്തണലിലെ സിമന്റ് ബെഞ്ചിൽ നിശബ്ദരായിരിക്കുകയായിരുന്നു ആലിയും ആശയും. നിശബ്ദതയെ ഭേദിച്ച് ആലി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഓഫീസിൽ വെച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ലെന്നുറപ്പാണ്. അതാണ് ഇവിടെ വന്നത്. ലീവ് എടുത്ത് നീയുമായി ഇവിടെ വന്നത് ഇങ്ങനെ മിണ്ടാതിരിക്കാനല്ല. ഞാൻ അറിയുന്ന ആശ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളുമല്ല. നിനക്ക് എന്താണ് പറ്റിയത്? ഇനിയും ഒന്നും പറയാതിരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. കർച്ചീഫ് എടുത്ത് നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് ആശ പറഞ്ഞു. നീയും കൂടി പിണങ്ങല്ലേ ആലി. ഞാനെല്ലാം പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ നിസ്സാരമായി തോന്നാം. പക്ഷേ അതെന്നെ വേദനിപ്പിക്കുന്ന രീതി വളരെ വലുതാണ്. കുറച്ചു ദിവസമായി എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. ഒരു യന്ത്രം പോലെയുള്ള ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി. അവളുടെ ഇരു കൈകളിലും മുറുകെ പിടിച്ച് ആശ്വാസം പകർന്ന് ആലി പറഞ്ഞു. ആശേ, നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. പ്രവിയേട്ടന് എന്നോട് ഇപ്പോഴും ഒരു സ്നേഹവുമില്ല. പുറത്തു ചാടിയ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ആശ പറഞ്ഞു. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ആലി സംശയത്തോടെ ചോദിച്ചു. പണ്ടൊക്കെ പ്രവിയേട്ടൻ ഓഫീസിലെത്തിയാൽ കുറഞ്ഞതൊരു 4 വട്ടമെങ്കിലും വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു തവണ പോലും വിളിക്കാറില്ല. വെളുപ്പിനെ 4:10 കഴിയുമ്പോൾ ഞാൻ ഉറക്കമെഴുന്നേൽക്കുന്നതാണ്. 6 മണിയാകുമ്പോൾ പ്രവിയേട്ടൻ ഉണർന്ന് എന്നെ വന്ന് സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഓഫീസിലെ വർക്കും തിരക്കും കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വീട്ടുജോലിയും കുട്ടികളുടെ കാര്യവും അവരെ പഠിപ്പിക്കലുമൊക്കെയായി 11 മണി കഴിയും ഒന്ന് നടുനിവർത്താൻ. പണ്ടൊക്കെ പ്രവിയേട്ടൻ വൈകിട്ടും അത്യാവശ്യം വീട്ടുജോലിയൊക്കെ ഒതുക്കി തരുമായിരുന്നു. ഒരാളെ ഏട്ടനും പഠിപ്പിക്കും, ഒരാളെ ഞാനും പഠിപ്പിക്കും. 9:30 ആകുമ്പോൾ എല്ലാം ഒതുക്കുമായിരുന്നു. പിന്നെ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ കാര്യം മുഴുവൻ പരസ്പരം പങ്കുവയ്ക്കും. അതൊരു ചായ കുടിച്ചതാണെങ്കിൽ കൂടി പറയുമായിരുന്നു. പിന്നെ പരസ്പരം സ്നേഹിക്കാനുള്ള മത്സരമാകും. സ്നേഹിച്ച് തളർന്നെൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് തന്നെ ഉറങ്ങും. ഇപ്പോൾ പ്രവിയേട്ടൻ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ 10 മണി കഴിയും. അപ്പോഴേക്കും മക്കൾ ഉറങ്ങിയിരിക്കും. പ്രവിയേട്ടനും ആഹാരം കൊടുത്ത് ഞാനും കഴിച്ച് ബാക്കി ജോലിയും ഒതുക്കി ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ 11 മണി കഴിയും. അപ്പോഴേക്കും പ്രവിയേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാൽ എന്നോട് പറയും, വല്ലാതെ ചൂടെടുക്കുന്നു, നീ ഒന്ന് ദൂരത്ത് നീങ്ങിക്കിടക്കാൻ. അവസാനം സഹികെട്ട് ഞാൻ തുറന്നു ചോദിച്ചു, പ്രവിയേട്ടൻ എന്താണ് പറ്റിയതെന്ന്, എന്നെ എന്തിനാണ് ഇങ്ങനെ അകറ്റുന്നതെന്ന്. പ്രവിയേട്ടന്റെ മറുപടി എന്നെ തകർത്തു കളഞ്ഞു. കാത്തിരിക്കൂ, കാത്തിരിക്കണം. കഥ ഇനിയും തുടരും.